യേശുനാഥൻ ഇന്നെൻ മുന്നിൽ വന്നു നിന്നു, സ്നേഹത്താലരികെ വന്നൻ കരം പിടിച്ചു, നീണമൂറും തിരുമാറിൽ ചേർത്തണച്ചു, അറിയാതെ നഗതാരും തിരി തെളിഞ്ഞു, എന്നുള്ളം നിറഞ്ഞു. യേശുനാഥൻ ഇന്നെൻ മുന്നിൽ വന്നു നിന്നു, സ്നേഹത്താലരികെ വന്നൻ കരം പിടിച്ചു, നീണമൂറും തിരുമാറിൽ ചേർത്തണച്ചു, അറിയാതെ നഗതാരം തിരി തെളിഞ്ഞു, എന്നുള്ളം നിറഞ്ഞു. രക്ഷകനാം മിശിഹായെ പാടി പാടി സ്തുതിക്കാം, രാജനാം യഹോവയ്ക്കായി ഹല്ലേലൂയ പാടാം. നിന്നോടൊത്ത് ചേർന്ന് നിന്ന് വേദനകൾ പകരാം, നീറും നെഞ്ചിൻ നൊമ്പരങ്ങൾ കണ്ണുനീരാൽ കഴുകാം, നിന്നിൽ നിറയാം. യേശുനാഥൻ ഇന്നെൻ മുന്നിൽ വന്നു നിന്നു, സ്നേഹത്താലരികെ വന്നൻ കരം പിടിച്ചു, നീണമൂറും തിരുമാറിൽ ചേർത്തണച്ചു, അറിയാതെ നഗതാരും തിരി തെളിഞ്ഞു, എന്നുള്ളം നിറഞ്ഞു. വന്നിടാം നിൻ ഭവനത്തിൽ ഓശാനകൾ പാടാം, നിത്യതയിലൊഴുകുന്ന ജീവജലം തേടി, സത്യമായ പാതയിൽ നാം ഒന്നിച്ചൊന്നു നടക്കാം, നന്മ നിറയ്ക്കാം. യേശുനാഥൻ ഇന്നെൻ മുന്നിൽ വന്നു നിന്നു, സ്നേഹത്താലരികെ വന്നിൻ കരം പിടിച്ചു, നിണമൂറും തിരുമാറിൽ ചേർത്തണച്ചു, അറിയാതെ നഗതാരം തിരി തെളിഞ്ഞു, എന്നുള്ളം നിറഞ്ഞു. കയ്യിൽ ചേർത്ത് വെച്ച് എന്നെയൊന്നു തഴുകൂ, ഞാൻ ഉറങ്ങും നേരം എന്റെ കൂടെ കൂട്ടായിരിക്കൂ, മൂകമാമിൻ മാനസത്തിൽ നിന്റെ മുത്തം പകരൂ, ശാശ്വതമാം ശാന്തി എന്റെ ആത്മാവിൽ നീ ചൊരിയൂ, എന്നിൽ നിറയൂ. യേശുനാഥൻ ഇന്നെൻ മുന്നിൽ വന്നു നിന്നു, സ്നേഹത്താലരികെ വന്നൻ കരം പിടിച്ചു, നിണമൂറും തിരുമാറിൽ ചേർത്തണച്ചു, അറിയാതെ നഗതാരം തിരി തെളിഞ്ഞു, എന്നുള്ളം നിറഞ്ഞു.
വർഷത്തെ എടിവണ്ണാപ്പള്ളിയിലെ പെരുന്നാൾ ഏറ്റവും അടുക്കും ചിട്ടയോടെ നടന്നത്. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ സാന്നിധ്യം ഓരോ പോയിന്റിലും ഉണ്ടായിരുന്നതാണ്. നല്ല ഏകീകരണം നടക്കാതെ കാരണം എല്ലാ വിഭാഗം ആൾക്കാരുടെയും പൂർണ്ണമായ സഹകരണം കിട്ടിയിട്ടുണ്ട്. ഓരോരുത്തരെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഭംഗിയായി ചെയ്തുകൊണ്ട് ശരിക്കും ഒരു കൺവീനെന്ന് എനിക്കൊരു പ്രവൃത്തിയും ചെയ്യേണ്ടി വന്നിട്ടില്ലായിരുന്നതാണ് സത്യം. ഇടിവണ്ണ ഇടവകയിലെ ഈ വർഷത്തെ തിരുനാൾ ഒരു വേറിട്ട അനുഭവമായി. അതിന് പ്രധാനപ്പെട്ട കാരണം ഒരു മരം അതിൻ്റെ തായ്തടി കാതലുള്ളതാണെങ്കിൽ അതിൻ്റെ ശിഖരങ്ങളും പുഷ്പിക്കുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും എന്നുള്ളതിൻ്റെ ഏറ്റവും വലുതാണ്. തായ്തടി നമ്മളെ വികാരിയച്ഛനായിരുന്നു. അതുകൊണ്ട് തന്നെ പെരുന്നാൾ അതിൻ്റെ ഭംഗിക്ക് നടത്താനും ഒരു വേറിട്ട അനുഭവത്തിലൂടെ അത് വിജയപ്രദമാക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. ഇടിവണ്ണപ്പള്ളിയിലെ ഈ പ്രാവശ്യത്തെ തിരുനാളിൻ്റെ അലങ്കാരം വളരെ മനോഹരമാക്കാൻ നമുക്ക് ഈ പ്രാവശ്യം സാധിച്ചു എന്നാണ്. അതിൽ നമ്മൾ ആ പൂക്കൾ നിർമ്മിക്കാൻ വേണ്ടി അമ്മമാർ വളരെയധികം സഹായിക്കുകയും അത് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ചെറിയ കുട്ടികൾ KCYM-ൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും കുട്ടികൾ മുതൽ യുവജനങ്ങൾ വരെ വളരെയധികം ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് നടന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണം യഥാർത്ഥത്തിൽ ഈശോ ഓരോ മക്കളിലേക്കും ഇറങ്ങി വന്ന ഒരു അനുഭൂതിയായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളെ പ്രത്യേകം പ്ലോട്ടുകളായിട്ട് നിരത്തുകയും പ്രത്യേകം ഡിസ്പ്ലേകൾ അവർ അവതരിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ യൂണിഫോമിൽ ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ ഓരോ യൂണിഫോമിലാണ് അണിനിരുന്നത്. മാതാപിതാക്കളുടെ പൂർണ്ണ സഹകരണം ഇതിനുണ്ടായിരുന്നു. വർഷത്തിലെ നമ്മുടെ ഇടവക തിരുനാൾ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ തിരുനാളായിരുന്നു. തിരുനാളും പെരുന്നാളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ തിരുനാൾ ഏറെ സഹായകമായി. എല്ലാ മേഖലകളിലും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും നമുക്ക് കാണാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ വ്യത്യസ്തവും അനുഭവവേദ്യവുമായിരുന്നു ഈ പ്രാവശ്യത്തെ തിരുനാൾ. പ്രാവശ്യത്തെ പള്ളി പെരുന്നാൾ നന്നായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് എല്ലാ വർഷത്തിനെക്കാട്ടിലും നന്നായി ചെയ്തിട്ടുണ്ട്. കുരിശിൻ്റെ താഴെ വെച്ച പൂക്കളൊക്കെ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വർഷത്തെ പള്ളി തിരുനാൾ വളരെയധികം ഊർജം പകരുന്ന ഒരു അനുഭവമായിരുന്നു. ഡൊമിനിക് അച്ഛൻ്റെ സ്നേഹം നിറഞ്ഞ വാക്കുകളും എല്ലായിടത്തും കണ്ണും കാതും എത്തുന്ന ഒരു നോട്ടവും പെരുമാറ്റവും ഞങ്ങളെ വളരെയധികം ഉത്സാഹത്തിലേക്ക് കയറ്റി. ഭക്ഷണ കമ്മിറ്റിയിലാണെങ്കിലും എപ്പോഴും പാതിരായ്ക്കാണെങ്കിൽ പോലും 2 മണിക്ക് അച്ഛൻ വന്ന് വെഞ്ചരിച്ച് പ്രാർത്ഥിച്ച് അരിയിട്ടാണ് ആരംഭിച്ചത്. ഇതൊന്നും ഞങ്ങളുടെ ഇടവകയിലെ ആദ്യത്തെ അനുഭവമാണ്.